പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിനെ പോലീസ് തല്ലിച്ചതച്ച് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ശ്രീനി സാർ അറിയുന്നുണ്ട്. അങ്ങനെ ശ്രീനി സാറും അനുയായികളും കൂടി നമ്മുടെ വിക്രമിനെ കാണാൻ വരുന്നുണ്ട്. വിക്രം എഴുന്നേറ്റ് വരാന്തയിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും വിക്രമിനെയും ശ്രീനി സാറിനെയും കൂടെ തമ്മിൽ അകറ്റണം എന്നുള്ളൊരു ആഗ്രഹം വേദയ്ക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ വേദ മനഃപൂർവ്വം കൊള്ളി വെച്ച് ഓരോ വാക്കുകളൊക്കെ പറയും. തല്ലാനും കുത്താനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിർത്തടി, നീ ആരോടാണ് ഈ വർത്താനം പറയുന്നത്, നിനക്ക് വല്ല ബോധം ഉണ്ടടി എന്നൊക്കെ ചോദിച്ച് വിക്രം വേദന വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ വേദന വഴക്കൊന്നും പറയണ്ട, വേദ പറയുന്നത് കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിക്രമിനോട് യാത്ര പറഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ശ്രീനി സാറ്. പെട്ടെന്ന് തന്നെയാണ് അവിടേക്ക് മാഷ് വരുന്നത്. അപ്പോൾ മാഷ് പറയുന്നു, എന്ത് തെണ്ടിത്തരവും കൊള്ളരുതായ്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറക്കാൻ പിന്നിൽ ആളുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യൽ കൂടുള്ളൂ, കുറയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ശ്രീനി സാറിൻ്റെ ഒരു അപമാനം തന്നെയായിരുന്നു കിട്ടിയത്. അങ്ങനെ ശ്രീനി സാറിനെ അപമാനിച്ച് വിട്ടതിലുള്ള ദേഷ്യം വിക്രം അച്ഛനോട് തീർക്കണ്. അങ്ങനെ ആദ്യമായിട്ട് അച്ഛനായിട്ട് കയർക്കണ്. അപ്പം അച്ഛനിങ്ങനെ പഠിപ്പിച്ച പിള്ളേർക്കൊക്കെ റാങ്ക് കിട്ടിയതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറായി എഞ്ചിനീയറായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര ആൾക്ക് കിട്ടി അങ്ങനെ ആയിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മാഷ് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. പറയുന്ന റാങ്ക് കിട്ടിയത് കൊണ്ടാണല്ലോ നിന്നെ സെൻട്രൽ ജയിലിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വിട്ടേന്നൊക്കെ പറയുമ്പോൾ വേദയ്ക്ക് അത് വല്ലാത്തൊരു ഷോക്ക് പോലെ ആവുന്നുണ്ട്. അപ്പോൾ ജയിലിൽ കിടന്നിട്ടും വിക്രമിനെ പഠിക്കാൻ വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു അറിവ് വേദയ്ക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അങ്ങനെ വേദന മുന്നിൽ വെച്ച് പല കാര്യങ്ങളും മാഷ് കെട്ടി തുറന്ന് പറയുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.